റെയിൽവേ കോച്ച് ഫാക്ടറിയിലേക്കാണ് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓഫ്ലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാവുന്നതാണ്. സോ ഇത് പഞ്ചാബിലാണ് വരുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. പഞ്ചാബിലേക്കാണ് ജോബ് ലൊക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സ്ഥിര ജോലിയാണ്, ഇതിന് പരീക്ഷയില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട, കാരണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 15/6/2026 അപേക്ഷ തുടങ്ങി 14/7/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ജൂലൈ ഏകദേശം 14 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് വേണം. 10ാം ക്ലാസ് മതി, അതിൻ്റെ കൂടെ സ്പോർട്സ് കൂടി വേണം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോക്കി മെൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മിഡ്ഫീൽഡർ എന്ന് കൊടുത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ എന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്താവും, ഇപ്പോൾ ഹോക്കി എന്ന് പറയുന്ന വുമൻസ് കാണാൻ സാധിക്കും, ഡിഫൻഡർ, അതുപോലെ തന്നെ ഗോൾ കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുമെങ്കിലും കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇവിടെ 3 അതുപോലെ തന്നെ 1 എന്നുള്ള പൊസിഷനും കാര്യങ്ങളൊക്കെ ഇവൻ്റ് പൊസിഷൻ ഇതൊക്കെ കൊടുത്ത് കാണാൻ സാധിക്കും. എന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ സ്പോർട്സ് ഐറ്റം 9 എണ്ണം വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് മെന്ന്, അതുപോലെ തന്നെ ഫുട്ബോൾ മെന്ന്, അതുപോലെ ഓരോന്ന് വുമൺ വന്നത് കാണാൻ സാധിക്കും. ക്രോസ് കൺട്രിയിൽ അങ്ങനെ ഓരോന്ന് അത്ലറ്റിക്സ് വന്നിട്ടുണ്ട്, വെയിറ്റ് ലിഫ്റ്റിംഗ്, അങ്ങനെ ഓരോന്നായിട്ട് വന്നത് കാണാൻ സാധിക്കും. 9 ഐറ്റത്തിൽ വന്നിട്ടുള്ള വേക്കൻസി ഇവിടെ കൃത്യമായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പേ സ്കെയിൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള എന്താണ് അവിടെ വേണ്ട സ്പോർട്സിൻ്റെ ഒരു പൊസിഷൻ അല്ല ഇവൻ്റ് എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കാം. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷനാണ് കാണുന്നത്. ഇവിടെ ലെവൽ 1 എന്നൊക്കെ പറയുന്ന പോസ്റ്റ് ഉണ്ട്. ലെവൽ 1, അതുപോലെ തന്നെ ലെവൽ 2, പിന്നെ ലെവൽ 4 and 5 എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ലെവൽ 1 പോസ്റ്റിനേക്ക് ഓഫീസ് ജനറൽ അസിസ്റ്റൻ്റ് ആണ്. 10ാം ക്ലാസ് മതി കേട്ടോ. 10ാം ക്ലാസ് മാത്രം മതി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ITI മതി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും 10ാം ക്ലാസ് ഉണ്ടാവും. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള സ്പോർട്സ് സർട്ടിഫിക്കറ്റ് കൂടി വേണ്ടവരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അടുത്തത് ലെവൽ 2 പേ സ്കെയിലിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. അപ്പോൾ അവിടെയും 10ാം ക്ലാസ് മതി. അതല്ല എന്നാണെങ്കിൽ ഇവിടെ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് ലെവൽ 4 and 5 പേ സ്കെയിൽ മുകളിൽ കാണിച്ച അതിൻ്റെതാണ്. സ്പോർട്സ് ഐറ്റം ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെതാണ് കേട്ടോ. അവിടെ ഹോക്കി മെന്നാണ് വരുന്നത്. അപ്പോൾ അതിന് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഡിഗ്രി വേണം, ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പിങ്ങിലുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ഒരു ഹിന്ദി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള ഇത് ഉണ്ടായിരിക്കണം, കപ്പാസിറ്റി അല്ലെങ്കിൽ അത് അറിഞ്ഞിരിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മിനിമം സ്പോർട്സിൻ്റെ ഇത് കൃത്യമായിട്ട് എന്താണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പോർട്സ് ആയിട്ട് ഉണ്ടല്ലോ, അത് റെപ്രസെൻറ്റഡ് ഇൻ കോമൺവെൽത്ത് കോമ്പറ്റീഷൻ, ജൂനിയർ അല്ലെ സീനിയർ, അല്ലെങ്കിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, അതല്ലെങ്കിൽ ഏഷ്യൻ കപ്പ്, സീനിയർ അല്ലെങ്കിൽ ജൂനിയർ അല്ലെ സീനിയർ, ഓർ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് വിന്നറാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് 3rd പൊസിഷൻ വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഫെഡറേഷൻ കപ്പ് കോമ്പറ്റീഷനിലേക്ക്, ചാമ്പ്യൻഷിപ്പിലേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ മറ്റൊന്ന് കൊടുത്തത് കാണാൻ സാധിക്കും, റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് വരെ അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മുൻഗണന കൂടിയും കുറഞ്ഞ ആ ഒരു ലെവലിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിങ്ങൾ മത്സരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 8th പൊസിഷനിലെങ്കിലും സീനിയറിൽ എന്ത് ചെയ്യണം, നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പാസ്സായിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം. ഇതിന് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്, 500 രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കണം എന്നുള്ള കാര്യം പറയുന്നതായിട്ട് കാണാൻ. ട്രയൽ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 400 രൂപ ബാങ്ക് ചാർജസ് ഒക്കെ കഴിച്ച് തിരിച്ചു തരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ SC ST എക്സ് സർവീസ്മാൻ ഇവർക്കൊക്കെ 250 രൂപയാണ് ഫീസ് വരുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് വിൽ ബി റീഫണ്ട് ആഫ്റ്റർ നമ്മളിത് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ട്രയൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കയറുന്നുള്ളൊരു കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നോട്ട് കാൻഡിഡേറ്റ് അഡ്വൈസ് ടു ഡിപ്പോസിറ്റ്, അത് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട മെത്തേഡ് ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് കേട്ടോ, അതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട ഫോം കാണാൻ സാധിക്കും. അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. 2 അഡ്രസ്സ് ഇതാണ് വെക്കേണ്ടത്. ഇതൊക്കെ കൃത്യമായിട്ട് പൂരിപ്പിക്കണം നിങ്ങൾ. അതിനുശേഷം പഞ്ചാബിലേക്കുള്ള ഈ ഒരു പിൻകോഡിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ അയക്കേണ്ടതായിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് സെല്ല്, റെയിൽ കോച്ച് ഫാക്ടറി, ഈ ഒരു പഞ്ചാബ് എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങളുടെ അപേക്ഷ അയക്കാണ് വേണ്ടത്. ഇതൊക്കെ ഫില്ല് ചെയ്യണം, എന്നിട്ട് വേണം അയക്കാൻ. പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, സ്പോർട്സിൻ്റെ, പിന്നെ നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി, SSLCൻ്റെ കോപ്പി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പല ഓഫ്ലൈൻ അപേക്ഷിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കോപ്പി എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റിനും വിവരങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ, നമ്മുടെ പേജ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. എല്ലാ അപ്ഡേറ്റും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.